ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു ദിവസം കൂടെ, നമുക്ക് 10 ദിവസം കൂടെ നമുക്ക് നൽകിയിരിക്കെ നമ്മൾ ഇന്ന് എപ്പിസോഡ് 84 നമുക്ക് പഠിച്ചിടാം. 84 എന്ന ആണ്ടവർ നമ്മളോട് എന്നെ പേശിയത് നമുക്ക് പാക്കലാം. ഫിലിപ്പിയ ലേഖനം 1 അധ്യായം 3-4 വാക്യങ്ങൾ തൊട്ട് നമുക്ക് വായിച്ചിടാം. നമുക്ക് പാക്കലാം. ആണ്ടവരോട് നമ്മളോട് എന്നെ പേശിയത് നമ്മൾ എപ്പോഴും ആണ്ടവരുടെ ചിത്തമനുസരിച്ച് നമ്മൾ വസിച്ചിടണം. അതുതാൻ നമ്മൾ ഈ വാക്യത്തിൽ നമ്മൾ പാക്കാൻ പോകുന്നത്. 3-4 നമ്മൾ എന്നാ വാസിക്കുക? ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയെ എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുക എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. എങ്കിൽ നമ്മൾ വാസിക്കുന്നത് ഇംഗ്ലീഷിൽ നമ്മൾക്ക് ഇപ്പടി വാസിച്ചിടാം. ഐ താങ്ക് മൈ ഗോഡ് അപ്പോൺ എവറി റിമെമ്പറൻസ് ഓഫ് യു, always in every prayer of mine for you, all making request with joy. സോ അത് നമുക്ക് ഇത് രണ്ടിലും നമ്മൾ പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. നമുക്ക് വിസാരിച്ചിടാം. എന്നാ சொல்லுது? നമ്മൾ 3-ാം വാക്യത്തിൽ നമ്മൾ എന്നാ അപ്പോസ്തലനായ പൗൽ എന്നാ சொல்லுது? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും, അതായത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കാരാഗ്രഹവാസത്തിൽ അവൻ കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ അവൻ ചങ്ങലയിൽ ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ അവൻ ദൈവമക്കൾക്ക് വേണ്ടി ജപം പണിക്കൊണ്ടേയിരിക്കുക. അവൻ ജപം പണ്ണുന്ന എന്തിനു ജപം പണ്ണുന്നത്? നമ്മൾ വാസിക്കുന്നത്, നമ്മൾ എന്നാ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, എപ്പോഴും സന്തോഷത്തോട് പ്രാർത്ഥിച്ച് ഞാൻ എപ്പോഴുമേ സന്തോഷത്തോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജപം പണ്ണത്. അതായത് എൻ്റെ സന്തോഷം നിങ്ങൾക്ക് കിടക്കാൻ വേണ്ടി ഞാൻ സന്തോഷത്തോടെ ജപം പണിയിടുക. നിങ്ങൾ വിചാരിക്കണം, ഇങ്ങനെ എഴുതുന്ന അപ്പോസ്തലനായ പൗലോസ് എങ്ക കിടക്കുക? അവൻ ജയിലിൽ കിടക്കുക, ജയിൽ വാസം പണിക്കുക, ചങ്ങലയിൽ കെട്ടപ്പെട്ടിരിക്കുന്ന അവൻ എന്നെ സന്തോഷത്തോടെ ജപം പണ്ണുന്നു. ആർക്ക്? എന്തിനു വേണ്ടി? നിങ്ങൾക്കും സന്തോഷം കിടക്കാൻ വേണ്ടി. അതാണ് ഇങ്ങനെ சொல்லுது. അതായത് നമുക്ക് സന്തോഷം എപ്പം കിടക്കും? ഞാൻ നേരത്തെ சொல்லியாச்சு. ഞാൻ ജസ്റ്റ് ഒന്ന് കൊഞ്ചം പിന്നാടി പോവുക. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ പണ്ണാൻ പോകും. നമുക്ക് ദൈവത്തിൻ്റെ കൃപ கிடைக்குമ്പോൾ നമുക്ക് സമാധാനം கிடைക്കും. ആരുടെ സമാധാനം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം കിടക്കണമെങ്കിൽ ആണ്ടോടെ കൃപ നമുക്ക് വേണം. യേശുക്രിസ്തുവിൻ്റെ സമാധാനം കിടക്കുമ്പോൾ നമുക്ക് ഫലങ്ങൾ നമുക്ക് കിട്ടും. യേശുക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും കിടക്കും? അവൻ നമുക്ക് സമാധാനം എങ്ങനെ നമുക്ക് നൽകിയിരിക്കുക? നമ്മൾ വചനത്തിൽ വാസിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി അവൻ മരിച്ച് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി നമ്മുടെ സകല പാവങ്ങളും ഏറ്റെടുത്ത് അവൻ ക്രൂസിൽ തൂങ്ങിയാറെ. അതിനാൽ അപ്പടിത്താൻ നമുക്ക് എന്നെ കിട്ടിയ സമാധാനം கிடைக்கும். ഈ ലോകത്ത് സമാധാനം கிடைக்காது. ഈ ലോകത്ത് സമാധാനം கிடைക്കാത്ത ഇടത്ത് നമുക്ക് സമാധാനം கிடைച്ചത് എപ്പോഴും ആണ്ടവരായ യേശുക്രിസ്തു മുഖാന്തരം താൻ നമുക്ക് സമാധാനം கிடைച്ചു. അന്നേരം ഇങ്ങനെ നമ്മൾ വാസിച്ചു. 4-ാം വാക്യത്തിൽ നമ്മൾ നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് சொல்லுது, നിങ്ങൾ ആണ്ടോരെ വിശ്വസിച്ചാച്ച്, അന്നേരം ദൈവത്തിൻ്റെ നല്ല പ്രവൃത്തി നിങ്ങൾ ആരംഭിച്ചാച്ച്. എന്നാൽ ദൈവത്തിൻ്റെ നല്ല പ്രവൃത്തി എപ്പോൾ ആരംഭിക്കും? ദൈവത്തിൻ്റെ നല്ല പ്രവൃത്തി ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ വിശ്വസിക്കണം, അവനെ നമ്പിയണം. അല്ലെങ്കിൽ അവൻ നമ്മുടെ രക്ഷിതാവാണെന്ന് നമ്മൾ വിശ്വസിച്ച് അവൻ്റെ പാദത്തിൽ വീണ് അവനോട് നമ്മൾ ചൊല്ലുമ്പോൾ, ദൈവമേ ഞാൻ ഒരു പാപിയാണ്, എൻ്റെ പാപത്തെ നീ എനിക്ക് മാപ്പ് പണിയണോ, അല്ലെങ്കിൽ എന്നെ മോചിച്ചിടണോ, അല്ലെങ്കിൽ എന്നോട് എന്നെ മன்னிച്ചിടുമ്പോൾ നമുക്ക് എന്നാ கிடைക്കും? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് கிடைക്കും. അത് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം கிடைക്കുമ്പോൾ നമുക്ക് എന്നെ കിട്ടും? സമാധാനം கிடைക്കുന്നത് ആണ്ടോർ താൻ തന്നെ. കാരണം അവൻ സമാധാനത്തിൻ്റെ ഉറവിടം. അവൻ താൻ സമാധാനം തരുന്നത്. വേറെ എന്തൊന്നും സമാധാനം വരാതെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും, നീ എന്നാ പണിയാലും, എന്തോ ചെയ്താലും നിനക്ക് സമാധാനം கிடைക്കാതെ. സമാധാനം கிடைക്കുന്നത് എങ്കിലും ആണ്ടവരായ യേശുക്രിസ്തു. അത് സമാധാനം മാത്രമല്ല, നിങ്ങൾക്ക് സമാധാനം கிடைക്കുക മാത്രമല്ല, അത് ആണ്ടവരുടെ സമാധാനം കിട്ടിക്കഴിഞ്ഞിട്ട്
ചെയ്തവൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് ഫലങ്ങൾ നമുക്ക് கிடைക്കാൻ തുടങ്ങും. എപ്പോഴും ഫലങ്ങൾ നമ്മൾ നേരത്തെ നമ്മൾ വിസാരിച്ചാച്ച് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വാസം പണ്ണും. നല്ലപോലെ പിടിഞ്ഞിരിക്കുക. നമ്മൾ ആണ്ടവരെ വിശ്വസിക്കുമ്പോൾ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചിടും. അവൻ്റെ ആത്മാവ് നമ്മൾ വസിച്ചിടുമ്പോൾ എന്നാ പറ്റും? ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് നൽകിയിടും. അന്നേരം ആത്മാവിൻ്റെ ഫലങ്ങൾ கிடைക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ താൻ നമുക്ക് ആത്മാവ് നമ്മളിൽ ഉള്ളിൽ വസിക്കും. അന്നേരം നമ്മൾ എന്നായി? ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് എന്തുകൊണ്ട്? കാരണം നമ്മൾ പവിത്രരായതുകൊണ്ട് താൻ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അതായത് നമ്മുടെ പാവങ്ങൾ മുഴുവനും നമ്മൾ കഴുകിക്കളഞ്ഞാൽ നമുക്ക് പാപങ്ങൾ ഇനി ശുദ്ധമായി ഇല്ല. ആത്മാവ് പരിശുദ്ധ ആവി ഒരിക്കലും അപവിത്രത ഇടത്ത് വന്ന് വാസം പണ്ണാതെ അവൻ നമ്മുടെ ഉള്ളിൽ വാസം പണ്ണതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധരായാച്ച്, നമ്മൾ പവിത്രരായാച്ച്. അന്നേരം അവൻ്റെ ആത്മാവ് നമ്മളിൽ വാസം പണിയാച്ച്. അവൻ വാസം പണിയപ്പോൾ നമുക്ക് എന്നാ അയച്ച്? അവൻ്റെ ഫലങ്ങൾ നമുക്ക് கிடைക്കും. അവൻ്റെ ഫലങ്ങൾ എന്നാ கிடைக்கிது? ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് നമ്മൾ അപ്പോസ്തലനായ പൗലോസ് 3-ാം വാക്യത്തിൽ നമ്മൾ കേൾക്കുന്നത് നമ്മൾ എന്നാ കേൾക്കുന്നത്? അവൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ സന്തോഷം. നമുക്ക് സന്തോഷം கிடைക്കും. അന്നേരം നമുക്ക് സന്തോഷം கிடைക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഫലം താൻ. അന്നേരം നമുക്ക് എന്നാ கிடைക്കും? നമുക്ക് സന്തോഷം கிடைക്കും. അന്നേരം സന്തോഷം എന്നുള്ളത് ആ ദൈവത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ പരിശുദ്ധ ആവിയുടെ ഫലത്തിൽ ഒന്നാണ് സന്തോഷം. ആ സന്തോഷം ഇല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ മുടിയാതെ. നമ്മൾ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും എന്തോ വന്നാലും നമുക്ക് എന്നാ கிடைക്കും? സന്തോഷം கிடைക്കും. നമ്മൾ ജയിലിൽ കിടന്നാലും അല്ലെങ്കിൽ നമ്മൾ ചങ്ങലയിൽ കിടന്നാലും ഏത് കണ്ടീഷനിലായാലും നമുക്ക് എപ്പം എന്തോ கிடைക്കും? സന്തോഷം கிடைക്കും. അത് എന്തുകൊണ്ട് സന്തോഷം கிடைക്കും? ആ സന്തോഷം கிடைക്കുന്നത് നമുക്ക് അവൻ്റെ സമാധാനം നമുക്ക് கிடைച്ചാച്ച്. അവൻ്റെ സമാധാനം கிடைച്ചാച്ച് പരിശുദ്ധ ആവി നമ്മളിൽ വന്നാച്ച് അപ്പോൾ പരിശുദ്ധ ആവിയുടെ ഫലമായ എന്നാ கிடைക്കും? സന്തോഷം கிடைക്കും. അത് ഇനി നമ്മൾ 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച നിങ്ങൾ അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ എന്നാ പറ്റുമെന്ന് അറിയാമോ? നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അത് നിങ്ങളിൽ നല്ല പ്രവൃത്തികൾ ആരംഭിക്കാൻ തുടങ്ങും. അത് എപ്പടി ആരംഭിച്ചത്? എങ്കിൽ നല്ലപോലെ പാത്തിടുമെങ്കിൽ നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവൻ ആര്? താൻ ഈ നല്ല പ്രവൃത്തി സ്റ്റാർട്ട് പണിയാച്ച് അല്ലെങ്കിൽ തുടങ്ങിയാച്ച് തിരിയുമോ? ആണ്ടവർ താൻ. നമുക്ക് നല്ല പ്രവൃത്തി നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ആണ്ടവർ താൻ നമുക്ക് തരണം. ആണ്ടോടെ പ്രവൃത്തി നമുക്ക് വരുമ്പോൾ താൻ നമുക്ക് സന്തോഷം கிடைക്കും. അതുപോലെ അവൻ്റെ നല്ല പ്രവൃത്തികൾ നമുക്ക് വരുമ്പോൾ നമുക്ക് എന്നത് പാക്കാൻ പറ്റും. നമുക്ക് ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തേക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. അത് ഇങ്ങ ചൊല്ലിയ കാര്യം കഴിയുമ്പം അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുക, അവൻ നമുക്ക് അവൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ ആരംഭിച്ചപ്പോൾ യേശുക്രിസ്തു നമ്മളോട് അത് അവസാനം വരെ തികയ്ക്കും. എപ്പം വരെയാ? അവസാനം വരെ. കടസി വരെ അത് തേക്കും. കടസി വരെ തേക്കണം എന്നുണ്ടെങ്കിൽ എന്നാ പഠനം? ആണ്ടവരുടെ കൃപ നമുക്ക് கிடைക്കണം. അന്നേരം ആണ്ടവരുടെ സമാധാനം നമുക്ക് கிடைക്കണം. ആണ്ടവരുടെ കൃപ മുഖാന്തരം താൻ നമുക്ക് സമാധാനം கிடைച്ചാച്ച്. അന്നേരം അതുകൊണ്ട് താൻ നമുക്ക് ആണ്ടവരുടെ പ്രവൃത്തികൾ നമ്മളിൽ ആരംഭിച്ചാച്ച്. ആണ്ടവരുടെ പ്രവൃത്തികൾ നമുക്ക് ആരംഭിക്കുക മാത്രമല്ല, ഈ പ്രവൃത്തി എപ്പം വരെ പോയിടും? കടസി വരെ. അത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം നമ്മൾ വിചാരിക്കുക, ഞാൻ ഇപ്പം ഒരു പാവപ്പെട്ടവനെ കണ്ടു, ഞാൻ അവനെ ഞാൻ സഹായിച്ചു, അതുകൊണ്ട് അത് മുടിഞ്ഞാച്ചേ, ഇനി എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല, എൻ്റെ പ്രവൃത്തി മുടിഞ്ഞാച്ചേ. അപ്പടിയല്ല. നിന്റെ പ്രവൃത്തി ഇങ്ങനെ സ്റ്റാർട്ടാച്ചേ. നീ വിശ്വസിച്ചപ്പോൾ നിന്റെ പ്രവൃത്തികൾ എന്നാ അയച്ചേ? നിന്നിൽ ആരംഭിച്ചാച്ചേ. നിന്നിൽ ആരംഭിക്കുമ്പോൾ നമുക്ക് അത് എപ്പം വരെ പോയിടും?
കടസി വരെ പോയിടും. അന്നേരം നമ്മൾ പാക്കണം. അന്നേരം നമ്മൾ ആണ്ടവരുടെ പിള്ളകളായിരുന്നാൽ നമുക്ക് എന്നായിരിക്കും? അവൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ വസിക്കും. അവൻ്റെ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ തക്കോണം ആണ്ടോട് നമുക്ക് ശക്തി നൽകും. ആണ്ടോട് നമുക്ക് കൃപ നൽകും. അല്ലെങ്കിൽ ആണ്ടോട് നമുക്ക് അതിനുള്ള സമാധാനം നൽകും. ആണ്ടോ അത് ചെയ്യാനുള്ള സന്തോഷം നമുക്ക് കിടക്കും. നമുക്ക് വാസിച്ചിടാം. അതിന് നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് തിരിയാൻ പറ്റും. എന്നാ പ്രവർത്തികളും നമുക്ക് തിരിയാൻ പറ്റും. എന്നാൽ നമ്മൾ വാസിക്കുന്നത് ആണ്ടവരുടെ പ്രവൃത്തികൾ നമ്മളിൽ ആരംഭിച്ച് കഴിഞ്ഞാച്ച് അത് എങ്ക വരെ ഈ പ്രവൃത്തികൾ പോയിടുമെന്ന് ചൊല്ലിയാച്ച് കടസി വരെ. അതായത് നിങ്ങളുടെ ആണ്ടോർ തന്നിരിക്കുന്ന സമാധാനം അത് നഷ്ടപ്പെടാതെ, ലോകം തരുന്ന സമാധാനം എന്നത് കൊഞ്ച നാളത്തേക്ക് ചിന്ന ടൈമിലേക്ക്, അല്ലെങ്കിൽ സന്തോഷം ചിന്ന ടൈമിലേക്ക്, നമുക്ക് എന്തെങ്കിലും കിടച്ചത് നമുക്ക് സന്തോഷം കിടച്ചത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം, അത് കൊഞ്ചം നേരത്തേക്ക്. എന്നാൽ ആണ്ടോർ തരുന്ന സമാധാനം എങ്ക വരെ ഇരിക്കേ? കടസി വരെ ഇരിക്കേ. ആണ്ടവർ തന്നിരിക്കുന്ന സമാധാനം, അത് സമാധാനം കടസി. അത് മാത്രമല്ല, അതിന് സന്തോഷം എങ്കിൽ വരെ கிடைக்கும், അതും കടസി വരെ. അത് നല്ലപോലെ പൊടിഞ്ഞിരിക്കുക, നല്ലപോലെ വിസാരിച്ചിരിക്കുക. എന്നാ കടസി വരെ നിങ്ങളുടെ പ്രവർത്തികൾ, അതായത് നിനക്ക് തന്നിരിക്കുന്ന ഫലങ്ങൾ നിങ്ങളിൽ നിന്ന് പോവാതെ അത് കടസി വരെ ഇരിക്കും. അത് കടസി വരെ. അത് മാത്രമല്ല, അതിനെ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തേക്കും. അത് എന്നാ എഴുതിയിരിക്കുന്നത്? അത് ആരംഭിച്ച് അത് യേശു ക്രിസ്തുവിൻ്റെ നാളോളം, അതായത് യേശു ക്രിസ്തുവിൻ്റെ ഇനി തിരിച്ച് വന്ന് ഈ ഭൂമിയിൽ സമാധാനം കൊണ്ടുവരുമ്പോൾ, അതായത് ചൊല്ലുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മില്ലേനിയമിനെ പറ്റി തന്നെ ചൊല്ലുന്നത്. അതായത് ആണ്ടവരായ യേശു ക്രിസ്തു അവൻ്റെ മഹിമയുടെ സിംഹാസനം ഈ ലോകത്തിൽ വെച്ച് ആ ലോകത്തിൽ വെക്കുക മാത്രമല്ല, അവൻ ന്യായം പണിയിട്ട് 1000 ആണ്ട് വാഴ്ച നമുക്ക് கிடைக்கும். എത്ര ആണ്ട്? 1000 ആണ്ട്. അതായത് മില്ലേനിയം. ഒരു മില്ലേനിയം എന്നാൽ 1000 ആണ്ട്. 1000 ആണ്ട് വാഴ്ച கிடைக்கும். ഈ 1000 ആണ്ട് വാഴ്ചയിൽ നമുക്ക് എന്നാ கிடைക്കുക? സമാധാനം, സന്തോഷം, സംതൃപ്തി, നമുക്ക് എല്ലാമേ അങ്ങ് கிடைக்கும். അതായത് നമുക്ക് കടസി വരെ അത് നല്ലപോലെ പാത്തിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാളോളം, അതായത് ആണ്ടവരാ. ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ നാളല്ല. കാരണം ഇപ്പം യേശു ക്രിസ്തു എங்கே ഇരിക്കും? സ്വർഗത്തിൽ പോയാച്ച്. ഇപ്പം നമ്മുടെ കൂടെ ആരായിരിക്കെ? പവിത്രാത്മാ ആവി നമ്മുടെ കൂടെ ഇരിക്കുക. ആവി നമ്മളും നമ്മൾ യേശു ക്രിസ്തു നമ്മളെ മധ്യാകാശത്തിൽ വിളിച്ചു പോകുമ്പോൾ പവിത്രാത്മാ ആവിയും നമ്മളും മധ്യാകാശത്തിൽ കൂടെ നമ്മൾ സ്വർഗത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് 7 വർഷം മുടിഞ്ഞു കഴിഞ്ഞിട്ട് ആണ്ടവർ തൻ്റെ മഹിമയിൽ തൻ്റെ ദൂതന്മാരുമായി ഒത്ത് എങ്ക വരും? ഈ ലോകത്തിൽ വരും. ഈ ലോകത്തിൽ വരുമ്പോൾ അവൻ്റെ സമാധാനം ഈ ലോകത്തിൽ വരും. അന്ന് മാത്രമല്ല, അടിച്ചു വരും. അത് 1000 ആണ്ട് മറ്റും താൻ അല്ലല്ല, യുഗാനയുഗം. അത് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് പഠിച്ചു. എനിവേ, എൻ്റെ സമയം എനിക്ക് മുടിഞ്ഞാച്ചേ. ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവരുടെ സമാധാനം ഞങ്ങൾക്ക് கிடைക്കട്ടെ. ആണ്ടവരുടെ സന്തോഷം ഞങ്ങൾക്ക് கிடைക്കട്ടെ. ആണ്ടവരുടെ നല്ല പ്രവൃത്തികൾ ഞങ്ങൾക്ക് கிடைക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആണ്ടവർക്ക് മഹിമപ്പെടുവാൻ തക്കോണം ഇടയാകുമാറാകട്ടെ. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.